ഗായ്സ് അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്നല്ല, ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയാണ് കേട്ടോ. എന്തിനാ അടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചേച്ചി അനിയത്തിമാരുള്ള വീട്ടിൽ നടക്കണ തല്ല തന്നെ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ള തല്ലാന്ന് ഈ വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഗായ്സ് പ്രത്യേകം എടുത്ത് പറയാനുള്ളത് ഈ 2 ഡ്രസ്സും അനിയത്തി അടിച്ചാട്ട്. അങ്ങനെ ഞങ്ങൾ സെൻട്രലിലാണെങ്കിലോ നമുക്ക് ആവശ്യത്തിന് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ബസ്സും കാണില്ല, വെറുതെ അധികം നടക്കുമ്പോൾ ഇഷ്ടംപോലെ ബസ് ഇങ്ങനെ പോണ്. അവസാനം ഒരു ബസ്സും കിട്ടി ഞങ്ങൾ അവിടെ നിന്നിട്ട് പോകുന്നു. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിലോ പുറത്താണെങ്കിൽ കുട്ടികൾ കളിക്കുക, വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളൊക്കെ ഭയങ്കര കളിയില്ല. അപ്പോൾ ഒച്ചപ്പാടും ബഹളമാണ് മൊത്തമുള്ളത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. എടപ്പാൾ ബ്യൂട്ടി സിൽക്സ് എന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ ATM കയറിയായിരുന്നു. ATM കയറിയപ്പോഴോ ഞാനാണെങ്കിൽ പിന്നെ മറന്നുപോയി. ഇപ്പം മൊത്തം ഗൂഗിൾ പേ അല്ലേ ചെയ്യുക. അങ്ങനെ എവിടെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാനും അത് മറന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഞാനത് ഓർത്തെടുത്തിട്ട് എന്തായാലും ക്യാഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മുട്ട ബജിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉള്ളതാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് ആ കടയിൽ കയറാറുണ്ട്. ഇവളാണെങ്കിൽ ഇങ്ങനെ കയറല്ല. അങ്ങനെ ഞാൻ അവൾക്ക് ആ കട ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിലും ഗൈസ് നല്ല വിശന്നിരിക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കടിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പോളൊന്നും കഴിക്കുന്നില്ല. ഓള് ചായ മാത്രം മതി പറഞ്ഞിട്ട് ഓള് ചായ മാത്രം കുടിക്കണ്ടേ. തിരക്കും കഴിഞ്ഞ് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സൊക്കെ കയറി. ബസ് കയറിയിരിക്കുന്ന നേരത്തെ ഞാനാണെങ്കിലും വേറെ സീറ്റിലിരിക്കുക. അപ്പോൾ ഓളാണെങ്കിൽ ഇങ്ങനെ ചിരിപ്പിക്കാറുണ്ട് ഞാൻ എപ്പോഴും. പിന്നെ ബസ്സിലെന്തോ ഭാഗ്യത്തിന് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഒരടി നീങ്ങാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഓരോ കവറുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ മേത്തിരുന്ന് വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാ ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാന്നായിരുന്നു ചിന്തിച്ചായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ മാമൻ്റെ ഓടിക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അച്ഛനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഒപ്പം ഒന്ന് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ചായയും സമൂസയാണുള്ളത്. അച്ഛൻ ചായ അടിക്കുന്നുണ്ടപ്പോൾ എനിക്ക് കൊതിയായി. അപ്പം ഞാൻ കുളിക്കാൻ പോലും നിന്നില്ല, അത്രയും പെട്ടെന്ന് വന്ന് ചായ അടിച്ചിട്ട്. അപ്പോൾ ഓക്കെ ബൈ.